ഹലോ ഗൈസ്, ഇത് നമ്മുടെ ഒരു ചെറിയൊരു സംരംഭമാണ്. ബ്രോയിലർ കോഴീനെ വളർത്തി വലുതാക്കി കൊടുക്കുന്ന ഒരു ഫാം നമ്മുടെ കേരളത്തിൽ തന്നെയാണ്, കണ്ണൂർ ജില്ലയിൽ. ഓക്കെ, ഇത് നമ്മൾ 1000 കോഴീൻ്റെ ഒരു ഫാം എന്ന രീതിയിലാണ് എടുത്തത്. ഇങ്ങനെ തന്നെ നല്ല വലിയൊരു ഏരിയയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. അങ്ങേ അറ്റം വരെയാണ് ഇതിൻ്റെ എൻഡ്. ഓക്കെ, അപ്പോൾ ആ ഭാഗം പൊളിച്ചിട്ടാണല്ലോ ഇപ്പോൾ. നമുക്ക് ഫാമെല്ലാം റെഡിയായി, കറണ്ടിന് എല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം കറണ്ടിന് കൊടുത്തായിരുന്നു. അവർ കറണ്ട് തരുന്നില്ല. ഇലക്ട്രിസിറ്റിക്കാർ പറഞ്ഞ് ടവർ ഇതിൻ്റെ മുകളിലേക്ക് കൂടി 3 പീസിൻ്റെ ലൈന് പോകുന്നുണ്ട്, ഇതിൻ്റെ മേലെ കൂടെ നല്ല ഹൈറ്റിലാണ്. അപ്പോൾ അവർ കറണ്ട് പോകുന്നത്, ലൈന് പോകുന്നത് കൊണ്ട് അവർ പറഞ്ഞ് ഇത് പൊളിക്കണം, എന്നാലേ നിങ്ങളെ ഫാം ഇനി നടത്താൻ വിടും, കറണ്ടും തരാൻ പറ്റൂല എന്ന് പറഞ്ഞ്, ഈ 3 പീസ് പോകുന്നത് കൊണ്ട്. അപ്പോൾ അത്രയും പറമ്പ് നമ്മളത് വേസ്റ്റായി കിടക്കുവാണ്. പണ്ടേ ഇതിലേ പോയ 3 പീസാണ്. അപ്പോൾ പറമ്പിൻ്റെ നടുക്കേ കൂടിയാണ് ലൈന് പോകുന്നത്. ആ പറമ്പ് കൊണ്ട് ഒരു കാര്യവും ഇല്ലാത്തൊരവസ്ഥ. അതിനെ ചോടെ നമ്മൾ ഇത്രയും ചെറിയൊരു രീതിയിലൊരു ഫാം തുടങ്ങിയിട്ട് അതിനെപ്പോലും അവർ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വിടുന്നില്ല. ഒരു കാരണവശാലും അനുവദിക്കൂല, ഇതെല്ലാം പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ ഈ ഭാഗം മുഴുവൻ പൊളിച്ച് കളഞ്ഞ് 3 ലക്ഷത്തിന് എടുത്ത ഫാമാണ്. 3 ലക്ഷം ലോൺ എടുത്തിട്ടാണ് നമ്മൾ ഈ ഫാം ഉണ്ടാക്കിയത്. ആ ഫാമാണ് അവർ പറഞ്ഞിട്ട് മൊത്തമായിട്ട് പൊളിച്ച് നാശകോശമാക്കി ഇട്ടേക്കുന്നത്. കണ്ട? ഓക്കെ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ കേരളം, നമ്മുടെ സർക്കാർ എന്നൊക്കെ പറയുന്നത് ഇത്രയും നല്ല ഗുണങ്ങൾ ചെയ്യുന്ന നല്ല അടിപൊളി സർക്കാരാണ് നമ്മുടേത്. ഓക്കെ, ഇതിലും വലിയ തെറ്റ് ചെയ്യുന്നവരെല്ലാം കണ്ണടച്ച് നല്ല രീതിയിൽ അവർ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമല്ലേ. ഈ ഒരു കുഞ്ഞു സംരംഭം എന്നല്ലേ പറയാൻ പറ്റൂ ഇതിന്. ഈ ഒരു ചെറിയൊരു സംരംഭം, അതും നമ്മുടെ ഒരു കൂട്ടായ്മയിലേക്ക് കൂടി ചെയ്തതാണ്. സ്ത്രീ സംരംഭം എന്നുള്ള ഇതിലുള്ള ഒരു കൂട്ടായ്മയിലേക്ക് കൂടി വന്ന ഒരു സംരംഭമാണ്. അതിനെതിരെയാണ് ഇവരിങ്ങനെ ചെയ്തത്. കണ്ടില്ലേ നിങ്ങൾ? ഇപ്പം നമുക്കതുകൊണ്ട് കുറച്ച് കോഴിക്കുട്ടിലേ ഇറക്കാൻ പറ്റുന്നുള്ളൂ. ഇതൊരു കുറച്ച് കോഴിക്കുട്ടികളെ ഇപ്രാവശ്യം ഇറക്കിയിട്ടുള്ളൂ. നമ്മൾ മറ്റേ 1000 കോഴീനെ ഇറക്കി ബിസിനസ് നടത്തുന്നതായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ ഒരു പ്രശ്നമാക്കിയത് കൊണ്ടെല്ലാം പൊളിച്ച് കളഞ്ഞ് ഇപ്പം ചെറിയ തോതിൽ നമുക്ക് ലോൺ അടക്കണമല്ലോ, മാസത്തിൽ ലോൺ അടക്കണം. അതടച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ലോൺ അടക്കേണ്ടത് കൊണ്ട് നമ്മൾ ചെറിയ തോതിൽ കുറച്ച് കോഴീനെ ഇറക്കി ലോൺ അടക്കാൻ മാത്രം എങ്ങനെയെങ്കിലും ഒപ്പിച്ച് ഇപ്പോൾ കൊണ്ടുപോകലാണ്. ഓക്കെ, കോഴീൻ്റെ എല്ലാം വില അറിയാലോ. ഫാം റേറ്റൊന്നും തീരെ കിട്ടാത്ത അവസ്ഥയാണ്. തീറ്റക്കാണെങ്കിൽ വില ഭയങ്കര കുതിച്ച് കയറിക്കൊണ്ടിരിക്കലാണ്. ഒന്നും കിട്ടുന്നില്ല. എന്നാലും തുടങ്ങിപ്പോയ സ്ഥിതിക്ക് നമ്മൾ ആ ലോണെല്ലാം ഒന്ന് റെഡിയാക്കണമല്ലോ എന്ന് വിചാരിച്ച് ഇട്ടേച്ച് പോവാണ്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എല്ലാവരും വലിയ വായിൽ ഘോര പ്രസംഗിക്കുമല്ലേ. നമ്മുടെ കേരളത്തിൽ നമ്മൾ തുടങ്ങണ സംരംഭം നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് അന്യ സംസ്ഥാനത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്, കുത്തിവെച്ച കോഴീനെ ഇറക്കുന്നത്, എന്നാ പറയേണ്ടത്, എല്ലാ കാര്യവും കൃഷീൻ്റെ കാര്യത്തിലായാലും എല്ലാം പറയുന്നില്ലേ. നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്തിട്ട് നമ്മൾ അന്യ സംസ്ഥാനത്തിനെ ആശ്രയിക്കാൻ പാടില്ല. പക്ഷേങ്കിൽ അവരെ പ്രസംഗത്തിൽ മാത്രമേ അതുണ്ടാവുള്ളൂ. നമ്മുടെ കേരളത്തിൽ ഒരു സംരംഭവും മുന്നോട്ട് പോകാൻ നമ്മളെ സർക്കാർ അനുവദിക്കൂല. അങ്ങനത്തെ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, എന്നാൽ നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ, സീ യു.